ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാനർ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സുന്ദരപാണ്ഡ്യപുരം, തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരം എന്ന സ്ഥലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ സുന്ദരപാണ്ഡ്യപുരം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, സൂര്യകാന്തി പൂക്കളുടെ ഒരു പ്രധാനപ്പെട്ട കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇത് മെയിൻ അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരിതല്ല. നമ്മൾ ഈ കുറ്റാലം പോയിട്ടാണ് അവിടെ നിന്ന് നമ്മൾ ഈ സുന്ദരപാണ്ഡ്യപുരം പോയത്. സൂര്യകാന്തി പാടവും കൂടെ കാണാൻ എന്തായാലും ഇത്രയും യാത്ര ചെയ്ത് അവിടം വരെ പോയതല്ലേ, അവിടെയും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ മുഷിവ് തോന്നില്ല, ക്ഷീണിക്കുകയൊന്നും ചെയ്യില്ല. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. ചുറ്റും രണ്ട് സൈഡും കൃഷികളുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഫാമിലാണ് നമ്മൾ ഫസ്റ്റ് പോയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സൺഫ്ലവർ ഫാമുണ്ട്. അത് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് അതിൻ്റെ ഫ്ലവറിൻ്റെ ടൈം കഴിഞ്ഞു. അത് സീഡിന് വേണ്ടി ആ രീതിയിലേക്ക് അത് മാറി. അതിൻ്റെ പൂക്കളെല്ലാം മാറിയിട്ട് മുക്കാൽ ഭാഗവും വന്ന് സീഡ്സ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരുവത്തിലായിരിക്കുന്നുണ്ട്. നമ്മളത് പോയിരുന്നാലും അത്ര വലിയ ഒരു വ്യൂ നമുക്ക് കിട്ടില്ല, അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാനൊരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു. 4 ദിവസം നമ്മൾ പോകുന്നതിന് ഒരു 4 ദിവസം മുമ്പുള്ളൊരു വീഡിയോ. അപ്പോഴാണ് പിന്നെ ഇവിടെ പോകുന്ന വഴിക്ക് ഫസ്റ്റ് കണ്ട ഈ ഫാമിൽ നമ്മൾ ഇറങ്ങിയത്. പക്ഷേ കൊള്ളാം, അത്യാവശ്യത്തിന് നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ചിലരൊക്കെ അതിന് മോശം റിവ്യൂ പറഞ്ഞവരുണ്ട്. എനിക്കത്ര മോശമായിട്ട് തോന്നിയില്ല. നല്ല ഒരു ഫാം തന്നെയാണ്. അവിടെ പല രീതിയിലെ കൃഷികൾ നമുക്ക് കാണാം. തക്കാളിയുണ്ട്, ബീൻസുണ്ട്, ഈ വള്ളി ബീൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ അവിടെ നല്ല രീതിയിൽ വളർന്നിപ്പുണ്ട്. അപ്പോൾ അവിടെ തന്നെ അവർക്ക് വിൽക്കാനായിട്ടും ഒരുപാട് ആൾക്കാർ വെക്കുന്നുണ്ട് കേട്ടോ. അവർ കൃഷി സ്ഥലത്തു നിന്നുള്ള സാധനങ്ങൾ, അവിടെ കൃഷി ചെയ്ത് കിട്ടിയ ഉൽപ്പന്നങ്ങൾ അവർ നല്ല വില കുറച്ച് തന്നെയാണ് അവിടെ വിൽക്കുന്നത്. അങ്ങനെ സൺഫ്ലവർ പാടത്തിലെത്തി കേട്ടോ. എനിക്ക് ഈ എന്തോന്ന് പറയാനാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ ചിലർക്ക് വണ്ടി ക്രേസ്, അല്ലെങ്കിൽ എനിക്ക് ചെടികളും പൂക്കളും കാണുമ്പോൾ അങ്ങനെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെയാണ്. എവിടെ നോക്കിയാലും സൂര്യകാന്തി പൂക്കൾ മാത്രം. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഏരിയയിൽ നിന്ന് നമ്മളെ മാത്രം കവർ ചെയ്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഒരുപാട് പേര് ഷൂട്ടിങ്ങിനെന്നും പറഞ്ഞ് വീഡിയോ എടുക്കാനും എന്നും പറഞ്ഞ് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരു സീരിയൽ ഷൂട്ടിങ് ഒരു മൂലയിൽ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ. ഇപ്പോൾ ഇത് വിരിഞ്ഞ് വന്ന ടൈമിലാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ മനസ്സിലെ എല്ലാ ടെൻഷനും, നമ്മുടെ മനസ്സിലെ പല വിഷമങ്ങളും ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ കുറയും. ചിലർക്ക് ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. എൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് നല്ല നല്ല ചെടികളും പൂക്കളും, അത് ഇലച്ചെടികളായിരുന്നാലും ശരി, ഭംഗിയുള്ള കുറച്ച് ചെടികൾ കാണാൻ പറ്റും. പിന്നെ പടച്ചവൻ്റെ മുമ്പിൽ നമ്മൾ കൈനീട്ടി അള്ളാഹുവിൻ്റെ ദുആ ചെയ്യുമ്പോഴും കിട്ടുന്നത് പോലത്തെ ഒരു സന്തോഷം എനിക്ക് ഈ ലോകത്ത് വേറെ ഒന്നിനും കിട്ടുന്നില്ല. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ, അതുപോലെ ചെടികൾ, എൻ്റെ അള്ളാഹു, ഇത് കഴിഞ്ഞ് എനിക്ക് ലോകത്ത് വേറെ എന്തും ഉള്ളൂ. അപ്പോൾ ഈ ചെടികൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഈ പൂക്കൾ പ്രത്യേകിച്ച്. പക്ഷേ എനിക്കുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ പൂക്കൾ ചെടിയിൽ നിന്ന് പറിക്കുന്നത് എനിക്കിഷ്ടമില്ല. കാരണം പൂക്കൾ അതിൽ നിന്ന് കാണുന്നതാണ് എനിക്കിഷ്ടം, പറിച്ചെടുക്കുന്ന ഇഷ്ടമല്ല. ഒരുപാട് പേര് അവർ നല്ല രീതിയിൽ പറഞ്ഞ് വിലക്കിയിട്ട് കൂടിയും അവരതിനെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നി. കാരണം അവരിതിൽ നിന്നൊരു വരുമാന മാർഗം കണ്ടെത്തിയാണ്. പിന്നെ പ്രവേശന ടിക്കറ്റ് വന്ന് 50 രൂപയാണ് ഒരാൾക്ക്, അഡൽറ്റിന് വന്ന്, കിഡ്സിന് ഇല്ല കേട്ടോ. എൻ്റെ മക്കൾക്ക് ഇളയവർക്ക് അല്ലെങ്കിലും വയസ്സ് കുറവാണ്ടില്ല. മൂത്തവന് 14 വയസ്സായി. പക്ഷേ അവനിപ്പോഴും അത് വേണ്ടാന്ന് പറഞ്ഞ് വിട്ടു കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ ഒരു യാത്രയായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു സൂര്യകാന്തി കാണാൻ വേണ്ടി നമ്മൾ അത്രയും വരെ പോയി. അങ്ങനെയല്ല, സുന്ദരപാണ്ഡ്യപുരത്ത് പൂ കാണാൻ വേണ്ടി പോയതല്ല. തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമുക്ക് പല പല സ്ഥലങ്ങൾ കാണാമല്ലോ. കുറ്റാലത്ത് തന്നെ നമുക്ക് പഴയ കുറ്റാലം, പുതിയ കുറ്റാലം, ആ പോകുന്ന വഴിക്ക് നല്ല നല്ല വയലുകൾ, പാടങ്ങൾ, പള്ളിയുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു പള്ളിയുണ്ട് കേട്ടോ, പുത്തൂർ പള്ളി എന്ന്, അങ്ങനെ ഒരു പള്ളി, നല്ല ഫേമസ് ആയിട്ടുള്ള 725 വർഷം പഴക്കമുള്ള ഒരു പള്ളി. അവിടെയൊക്കെ നമ്മൾ കയറിയായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് നല്ല ഒരു ഓർമ്മയാണ്. അതൊക്കെ ഞാൻ രണ്ടാമതൊരു പാർട്ടായിട്ട് ഇടാം കേട്ടോ. പിന്നെ എവിടെ നോക്കിയാലും ഫോട്ടോ, മൊബൈലിൽ
ഫോട്ടോ എടുക്കുന്നവരുണ്ട്, ക്യാമറ വന്ന് പ്രൊഫഷണലായിട്ട് ഫോട്ടോ എടുക്കുന്നവരുണ്ട്, ഷൂട്ടിങ് ചെയ്യുന്നവരുണ്ട്. അത് കാണാനും ഒരു ഭംഗിയാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, കാണാൻ വരുന്നവർ പൂ പറിച്ചുകൊണ്ട് പോകുന്നവർ അവിടെ നിന്ന് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു വിലക്കുന്നുണ്ട് പൂ എടുക്കരുതെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ പൂ പറിക്കുന്നത് അത് വളരെ മോശമാണ് കേട്ടോ. അതല്ല നിൽക്കുന്നത് കാണാനല്ലേ ഭംഗി. അതിൽ ഒരു പൂ പോകുമ്പോൾ അവർക്ക് എത്ര സീഡ്സ് ആൾക്കാർ നഷ്ടമാവുന്നുണ്ട്. ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയാണ് ഇത്രയും കേരളത്തിലുള്ളവരാണ് കേട്ടോ. മുക്കാൽ ഭാഗത്തിൽ കൂടുതലും ഒരു 78% നമ്മളെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. പൂക്കൾ കാണാനെന്നും പറഞ്ഞു വന്നവരുണ്ട്. കുറ്റാലത്ത് കുളിക്കാൻ പോയവരുണ്ട്, പൂക്കൾ കാണാൻ വന്നവരുണ്ട്, പൂക്കൾക്ക് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ അത് ഇനി വരുന്നവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ആ പൂക്കളെ പറിച്ചുകൊണ്ട് പോകണതൊക്കെ വളരെ മോശമാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന 2-3 പേരുടെ വഴക്ക് പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യരുത്, നമ്മുടെ വരുമാന മാർഗ്ഗമാണ്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചില ആൾക്കാരൊക്കെ ചവിട്ടി മുറിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നി കേട്ടോ. ഒന്നിനെ ചവിട്ടി മലർത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ പതുക്കെ അങ്ങനെ നിവർത്തി അവിടെ ഒരു കല്ല് പോലെ ഒരു സാധനം നേരെയാക്കി വെച്ചു. എനിക്കിതൊക്കെ കാണുമ്പോൾ വിഷമമാണ്. കാരണം അത്രയും അധ്വാനിച്ചാലേ ഇത് വിത്തിൽ നിന്ന് ഇത്രയും മുളച്ച് അതൊരു പൂവായി വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു സ്ഥലം കാണാൻ പോകുമ്പോൾ ആ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ മറ്റുള്ളവർക്കും കൂടെ കാണാൻ പറ്റുന്നത് ആ ചെയ്യുന്നവരുടെ അധ്വാനത്തിനെ നമ്മൾ മോശമാക്കുന്ന രീതിയിൽ ചെയ്യരുത്. ഇത് അവിടെ തന്നെ ഒരു വീട്ടിലുണ്ടായിരുന്ന റോസാണ് കേട്ടോ. അതും കൂടെ വീഡിയോ എടുത്തു. പക്ഷെ ഒരുപാട് മുട്ടുകൾ നിൽപ്പുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. അങ്ങനെ കുറേ സമയം വീഡിയോ എടുക്കാതെയും അവിടെ സ്പെൻഡ് ചെയ്തു. വീഡിയോ എടുത്തും അവിടെ നിന്ന് അതും ആസ്വദിച്ചു. 2 രീതിയിലും വേണമല്ലോ. ക്യാമറ കണ്ണിൽ കൂടെ നോക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ. അങ്ങനെ ഏകദേശം 1.5-2 മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ. പോകുന്നൊരു ഒരു കുട കയ്യിൽ കരുതുന്നത് നല്ലതാണ്. മോൻ അതുകൊണ്ട് ഈ സൈഡിലേക്കേ വന്നില്ല കേട്ടോ. അങ്ങനെ സൂര്യാന്ത പാടത്തിലേക്ക് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടാണ് അവിടെ നമ്മൾ അക്കാനി കുടിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അക്കാനി പുളിച്ചാൽ അത് കള്ളാവെന്ന് പറഞ്ഞു. അതല്ല, ഇത് അക്കാനിയാണ്. ചെറിയൊരു മധുരം, പിന്നെ നമ്മുടെ എന്ത് പേര് പറഞ്ഞ നൊങ്കും വാങ്ങിച്ച് കഴിച്ചു. അവിടെ തന്നെ കർഷകർ വയ്ക്കുന്ന തക്കാളി, അതുപോലെ തന്നെ പയർ, സവാള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്നും 2 കിലോ 1 കിലോ ഒക്കെ വെച്ച് 6 കിലോ അങ്ങനെയൊക്കെ ഓരോ കിലോ കണക്കിന് അവർ വിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ വാങ്ങിയിട്ടാണ് വന്നത്. അത് നമ്മൾ സഹായിക്കുന്ന പോലെയാണ്. എന്നുവെച്ചാൽ അവരവിടെ നിന്ന് നമ്മളെ ഈ പോകുന്ന സഞ്ചാരികളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾ പറ്റുന്ന കുറച്ചെങ്കിലും വാങ്ങിച്ചത് ഒന്ന് സഹായിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചിലരൊക്കെ നല്ല രീതിയിൽ ബാർഗൈൻ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ സൂര്യകാന്തി പാടത്തിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാണോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാനർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.